Hello dears, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു another episode. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ റോ ബനാന പൗഡർ, അതായത് ഏത്തക്കാപ്പൊടി കൊണ്ട് തയ്യാറാക്കുന്ന മിൽക്ക് ഷേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് വേഗം പോയി നോക്കാം. അതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നത് റോ ബനാന പൗഡർ, അതായത് ഏത്തക്കാപ്പൊടി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ഏത്തക്കാപ്പൊടി നമ്മൾ വീട്ടിലെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നൊരു വീഡിയോ നമ്മൾ വളരെ റീസെൻ്റ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, അത് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ സെയിം പൗഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നത്. അതിലേക്കായിട്ട് നമ്മൾ ഈ ബനാന പൗഡർ 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് 1/2 കപ്പ് വെള്ളമാണ്. എന്നിട്ട് ഒരു വയർ വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒട്ടും തന്നെ കട്ടകൾ ഉണ്ടാവാനായിട്ട് പാടില്ല. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. സ്റ്റൗവിലേക്ക് വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇളക്കി കൊടുക്കുക, കാരണം ലംസ് ഫോം ചെയ്യാനായിട്ട് പാടില്ല. ആദ്യം നമ്മൾ ഏത്തക്കാപ്പൊടി വെച്ചിട്ട് കുറുക്കായിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കാറ്. ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറുക്കായിട്ട് കുട്ടികൾ പലപ്പോഴും കഴിക്കാനായിട്ട് മടി കാണിച്ചു തുടങ്ങും. മാത്രമല്ല, ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് പാല് കൊടുത്തു കഴിഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ള മിൽക്ക് കുടിക്കാനായിട്ട് പല കുട്ടികൾക്കും മടിയുണ്ടാവും. അപ്പോൾ പല ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള മിൽക്ക് ഷേക്സ് ആയിട്ടും അതുപോലെ തന്നെ മറ്റ് ഹെൽത്ത് മിക്സ് പൗഡേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി പാല് കുടിക്കാനായിട്ട് താല്പര്യം ഉണ്ടാവും. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ മധുരത്തിനായിട്ട് ചേർക്കുന്ന പനങ്കൽക്കണ്ടാണ്. അപ്പോൾ പനങ്കൽക്കണ്ടം ഞാൻ ഏതാണ്ട് ഒരു 4 to 5 ക്രിസ്റ്റൽസ് അലിയിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ കുട്ടികളുടെ മധുരത്തിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് ചേർക്കുക. കാരണം നമ്മളിപ്പോൾ പാലും കൂടിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അത്യാവശ്യം മധുരം ഉണ്ടെങ്കിലേ കുട്ടികൾ കുടിക്കാറുള്ളൂ. അപ്പോൾ ടേസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ച് ആഡ് ചെയ്യുക. ചില കുട്ടികൾക്ക് മധുരം കൂടുതലുള്ളതാണ് ഇഷ്ടം, ചില കുട്ടികൾക്ക് മധുരം അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതനുസരിച്ച് ചേർക്കുക. അതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ വീണ്ടും വയർ വിസ്ക് ഉപയോഗിച്ച് ചെയ്യുകയാണ്, കാരണം അത് മിക്സ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഡ്രൈ ഫ്രൂട്ട്സ് പൗഡറാണ്. നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് പൗഡർ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുത്തേക്കാം, കണ്ടു നോക്കാം. ഇതൊന്ന് അത്യാവശ്യം തണുത്ത ശേഷം നമുക്കിത് ഒരു മിക്സർ ജാറിലോട്ട് മാറ്റാം. പിന്നെ അതിലോട്ട് ചേർക്കുന്നത് 1/2 കപ്പ് പാലാണ്. 1/2 കപ്പ് തൊട്ട് 1/4 കപ്പ് വരെ നിങ്ങൾക്ക് പാല് ചേർക്കാവുന്നതാണ്. 1/2 കപ്പാണെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള മിൽക്ക് ഷേക്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് ഒരു നുള്ള് ഏലക്ക പൊടിച്ച പൊടിയാണ്. ഇതൊരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതാണ്, ഓപ്ഷണലാണ്. കുട്ടികൾക്ക് ഈ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ ചേർത്ത പാലെന്ന് പറയുന്നത് തിളപ്പിച്ചാറിയ പാലാണ്. ഇതിനകത്ത് പ്രിസർവേറ്റീവ്സോ അഡിറ്റീവ്സോ വൈറ്റ് ഷുഗറോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടും കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.